ആരാണോ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൃത്യമായി ഒരു എക്സ്പെർട്ടിനെ കണ്ട് റിക്വയർമെൻറ്റ് ഡിസ്കസ് ചെയ്ത് ഒരു തമ്പ് റൂൾ എസ്റ്റിമേഷൻ എടുത്തതിന് ശേഷം മാത്രം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ കുറേ കൂടി ബെനിഫിറ്റ് ആയിരിക്കും രണ്ടു കൂട്ടർ. ശരിക്കും പറഞ്ഞതൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നതിൽ കുടുങ്ങാതെ എന്താണ് തങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് എന്താണ്, പ്ലാൻ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർക്കിടെക്റ്റ് ഒരു PMC ആയിട്ട് സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി അതിൻ്റെ ഒരു കോസ്റ്റ് ഒരു തമ്പ് റൂൾ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മേടിക്കുക അല്ലേ. എന്നിട്ട് ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യലാണ് കുറേ കൂടി പ്രാക്ടിക്കൽ സെൻസിൽ വരിക. അല്ലെങ്കിൽ 1 തുടങ്ങി 100 അവസാനിക്കുന്ന സ്ഥിതി വരും. ഇതാകുമ്പോൾ 1 തുടങ്ങി 2 3 അവസാനിക്കും. ഇത് 1 തുടങ്ങിയാലും ഇത് 1 അവസാനിപ്പിക്കുന്ന നമുക്ക് അവസാനിക്കണമെന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ മാറ്റം വരാം. ചിലപ്പോൾ ആദ്യം പറഞ്ഞതായിരിക്കില്ല, ചിലപ്പോൾ എത്രത്തോളം അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ആക്യുറേറ്റ് ആണോ, അവരുടെ റിക്വയർമെന്റും കാര്യങ്ങൾ ആക്യുറേറ്റ് ആണോ, ബഡ്ജറ്റിൽ എത്രത്തോളം ആക്യുറസി വരും. യെസ്, റിക്വയർമെന്റിന്റെ ആക്യുറസി അനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന ബഡ്ജറ്റിന്റെ ആക്യുറസി അല്ലേ. അതിന്റെ പ്രൊപ്പോർഷൻ വ്യത്യാസം വരുന്തോറും ഇതിൽ പ്രൊപ്പോർഷൻ വരും. എനിവേ അതിനെ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, ഒരു കാരണവശാലും ആരും മജീഷ്യന്മാരല്ല, കോൺട്രാക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സോ. നിങ്ങൾ ആരാണോ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൃത്യമായി ഒരു എക്സ്പെർട്ടിനെ കണ്ട് റിക്വയർമെൻറ്റ് ഡിസ്കസ് ചെയ്ത് ഒരു തമ്പ് റൂൾ എസ്റ്റിമേഷൻ എടുത്തതിന് ശേഷം മാത്രം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ കുറേ കൂടി ബെനിഫിറ്റ് ആയിരിക്കും രണ്ടു കൂട്ടർ.